അതൊക്കെ ഞാൻ ഏതർത്ഥത്തിലാണ് പറഞ്ഞത് താങ്കൾക്ക് ബോധ്യപ്പെടും. അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് CPM വിളിച്ചാലും പോകുന്നു പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞ എന്താണ്, ഞാൻ തിരിച്ച് ചോദിച്ച ചോദ്യത്തെക്കുറിച്ച് ഡോക്ടർ KS ചന്ദ്രശേഖർ ഏതോ ഒരുത്തൻ അങ്ങ് പോയി സംഘടനയിൽ നിന്ന് പോയിന്നാണ്. ഡോക്ടർ KS ചന്ദ്രശേഖരൻ കുട്ട എന്ന് പറയുന്ന സംഘടനയുടെ LDFന്റെ സംഘടനയുടെ കാര്യവട്ടം ക്യാമ്പസിലെ ഏറ്റവും വലിയ നേതാവായിരുന്നു. അദ്ദേഹം കുട്ടയുടെ പ്രതിനിധിയായി തന്നെ രജിസ്ട്രാർ ആയിട്ടുണ്ട്. അദ്ദേഹം എത്രയോ തവണ ഡീൻ ആയിട്ടുണ്ട്, HOD ആയിട്ടുണ്ട്. അദ്ദേഹം ഈ പദവികളിലെല്ലാം ഇരുന്നയാൾ വൈസ് ചാൻസലറായി പോയിനേ. അദ്ദേഹത്തെ നിങ്ങൾ സംഘടനയിൽ നിന്ന് പുറത്താക്കിയതായിട്ടൊരു പത്രക്കുറിപ്പ് കൊടുത്തിട്ടുണ്ടോ? വൈസ് ചാൻസലർ ആയതിന്റെ പേരിൽ ഞങ്ങളുടെ സംഘടനയിൽ അവന് പോയവും പോട്ടെ ഏതാ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പത്രക്കുറിപ്പ് ഇറക്കിയിട്ടുണ്ടോ? സംഖ്യയായി പോയി ജമ്മു കാശ്മീരിലെ കാശ്മീരിലെ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറായി പോയി. നിങ്ങളൊരു സ്റ്റേറ്റ്മെന്റ് ഇറക്കിയിട്ടുണ്ടോ? അദ്ദേഹത്തെ നിങ്ങളൊരു പത്രക്കുറിപ്പ് ഇറക്കിയിട്ടുണ്ടോ നിങ്ങൾ അദ്ദേഹത്തെ പുറത്താക്കിയെന്ന് പറഞ്ഞിട്ട്? ഇല്ല. എന്താ, അദ്ദേഹം പോയ വൈസ് ചാൻസലർ ആയിട്ടല്ലേ? അപ്പൊ നിങ്ങൾ കേൾക്കുമ്പോൾ അത് ജനാധിപത്യപരമാണ്. അത് ഒരു സർവകലാശാലയുടെ വൈസ് ചാൻസലറായി നിങ്ങളുടെ സഖാവാ പോയത്. അപ്പോൾ ഞാൻ താങ്കൾ ചോദിച്ചാൽ മറ്റു കാര്യത്തിലേക്ക് വരാം. അപ്പോൾ അതുകൊണ്ട് അങ്ങനൊന്നും ഇങ്ങോട്ടാക്കാൻ വരണ്ട. അതല്ല, വസ്തുതാപരമായി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഞാൻ സംസാരിക്കുന്നത്. ഇനി കേട്ടോളൂ. ഇനി താങ്കൾ ചോദിച്ച ചോദ്യം ഇവിടെ എന്താ കേരള സർവകലാശാലയുമായി ബന്ധപ്പെട്ട വിഷയം? കേരള സർവകലാശാലയുമായി ബന്ധപ്പെട്ട് നമ്മളിപ്പോൾ ഈ പറഞ്ഞ ഭാരതാംബയുമായി ബന്ധപ്പെട്ട ചർച്ചയൊക്കെ ചേർത്തി. ഇവിടെ വൈസ് ചാൻസലർ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തു. നിയമവിരുദ്ധമാണെന്ന് ഞങ്ങൾ ആദ്യമേ പറഞ്ഞല്ലോ. വൈസ് ചാൻസലർ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തു, നിയമവിരുദ്ധം തന്നെയാണ്. അതുമായി ബന്ധപ്പെട്ട് കോടതിയിൽ പോയതാരാണ്? രജിസ്ട്രാറാണ്. രജിസ്ട്രാറിന് അത് പോകാനുള്ള അവകാശം. അല്ല, മിഥുൻ ഇവിടെ പറഞ്ഞത് കേട്ടില്ലേ ജ്യോതി? അത് നിയമപരമാണ് എന്ന്. ഒരു സെക്കൻഡ് ജ്യോതി, അത് മിഥുൻ ഇവിടെ പറഞ്ഞിട്ടില്ലേ നിയമപരമാണെന്ന്? അദ്ദേഹം അല്ലേ അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് പ്രതിയായിട്ടല്ലോ ഞാൻ പറയുന്നത്. ഞാൻ കേരള സർവകലാശാലയിൽ 8 വർഷത്തോളം സിൻഡിക്കേറ്റ് മെമ്പറായും സെനറ്റ് മെമ്പറായും ഇരുന്ന ഒരാൾ കേരള സർവകലാശാലയിലെ ആക്ട് പഠിച്ചതിന് ശേഷം പറയുന്നു, കേരള സർവകലാശാലയിൽ ഇത്തരത്തിൽ അസിസ്റ്റന്റ് രജിസ്ട്രാർ മുതൽ മുകളിലോട്ടുള്ളവരുടെ അപ്പോയിന്റിംഗ് അതോറിറ്റി സിൻഡിക്കേറ്റ് ആയിരിക്കെ ആ അപ്പോയിന്റിംഗ് അതോറിറ്റിക്കാണ് ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കാൻ സാഹചര്യമുള്ളത്. പക്ഷേ 1030 ഉപയോഗിക്കാം. അത് എക്സിജൻസി ഉണ്ടാകുമ്പോഴാണ്. ആ എക്സിജൻസി ഇപ്പോൾ ഉണ്ടായിരുന്നില്ല. അത്തരത്തിലൊരു റിപ്പോർട്ട് കിട്ടിയപ്പോൾ ആ റിപ്പോർട്ട് സിൻഡിക്കേറ്റ് പ്ലേസ് ചെയ്തിരുന്നെങ്കിൽ സിൻഡിക്കേറ്റ് സ്വാഭാവികമായിട്ടും രജിസ്ട്രാറെ സംരക്ഷിക്കുമായിരുന്നു, രാഷ്ട്രീയമായ സംരക്ഷണം. പക്ഷേ അതുകൊണ്ട് വൈസ് ചാൻസലറുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടുന്നില്ല, അല്ലെങ്കിൽ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യണമെന്നുള്ള വൈസ് ചാൻസലറുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമാണ് എന്നുള്ളതുകൊണ്ട് വൈസ് ചാൻസലർ 1030 ഉപയോഗിച്ചിരിക്കുന്നു. അത് ചട്ടവിരുദ്ധമാണ്, നിയമവിരുദ്ധമാണ്. അതിനെ എക്സിജൻസി ഉണ്ടായിരുന്നില്ല. ഏതായാലും അത്തരത്തിൽ ചെയ്തതിനെ സംബന്ധിച്ച് രജിസ്ട്രാർ കോടതിയിൽ പോയി. രജിസ്ട്രാർ കോടതിയിൽ പോയിട്ട് ക്രമവിരുദ്ധമായി തന്നെ പിറ്റേന്ന് കൂടിയ സിൻഡിക്കേറ്റ് എന്താ ഒറ്റ സ്പെഷ്യൽ സിൻഡിക്കേറ്റ് ആണ്. വെറും സിൻഡിക്കേറ്റ് അല്ല, സ്പെഷ്യൽ സിൻഡിക്കേറ്റ്. ആ സ്പെഷ്യൽ സിൻഡിക്കേറ്റിൽ ഒരു അജണ്ട, അത് കൗണ്ടർ അഫിഡവിറ്റ് തയ്യാറാക്കുന്നതിന് വേണ്ടി മാത്രമാണ്. ആ കൗണ്ടർ അഫിഡവിറ്റ് തയ്യാറാക്കാനുള്ള സ്പെഷ്യൽ സിൻഡിക്കേറ്റ് ചേർന്ന് കഴിഞ്ഞാൽ അവിടെ മറ്റ് ഐറ്റംസ് ഒന്നും വരാറില്ല. എന്നിരിക്കെ ആ വിഷയത്തിൽ നിന്ന് ഡൈവേർട്ട് ചെയ്തുകൊണ്ട് ഇത് റിവോക്ക് ചെയ്യണം എന്ന് തീരുമാനിക്കുമ്പോൾ സ്വാഭാവികമായും സബ്ജുഡീസ് ആണ് കോടതിയുടെ മുമ്പിൽ പരിഗണനയിലിരിക്കുന്ന വിഷയമായതുകൊണ്ട് സബ്ജുഡീസ് ആണ്, പറ്റില്ല, അജണ്ടയിലില്ല. അങ്ങനെ നിരവധി കാരണങ്ങൾ നികത്തി വൈസ് ചാൻസലർ ചുമതല വഹിക്കുന്ന ഡോക്ടർ സിസ തോമസ് പറ്റില്ല എന്ന് പറയുമ്പോൾ അവിടെ തർക്കമുണ്ടാകുന്നു. സിസ തോമസ് യോഗം പിരിച്ചുവിടുന്നു. ആ യോഗം പിരിച്ചുവിട്ട് കഴിഞ്ഞാൽ രജിസ്ട്രാറുടെ ചുമതല അവിടെയാണ് ഞാൻ അതിലേക്കാണ് വരുന്നത്. കോടതി എന്ത് അംഗീകരിച്ചു എന്നാണ് താങ്കൾ പറയുന്നത്? കോടതിയുടെ ജഡ്ജ്മെന്റിന്റെ പകർപ്പ് എൻ്റെ ഇരിക്കുന്നത് 5 പേജുള്ള ജഡ്ജ്മെന്റാണ്. അതിനകത്ത് കോടതി പറയുന്നത് എന്താണ്? സിൻഡിക്കേറ്റിന്റെ തീരുമാനം ക്രമപ്രകാരവും നീതിപൂർവവും നിയമവിധേയമാണോ എന്ന് അപ്രോപ്രിയേറ്റ് അതോറിറ്റി തീരുമാനിക്കും. ഞങ്ങൾ ഇടപെടുന്നില്ല. ഈ പറഞ്ഞ സിൻഡിക്കേറ്റിന്റെ തീരുമാനം കോടതിയുടെ പരിഗണനയിലുള്ള ഹർജിയുടെ ഭാഗമല്ലാത്തതിനാൽ ഈ കോടതി സിൻഡിക്കേറ്റിന്റെ പ്രവർത്തനത്തെയോ അധികാരത്തെയോ പറ്റി പറയുന്നില്ല. പെറ്റീഷണർ നൽകിയ പരാതി പിൻവലിക്കണമെന്ന് പെറ്റീഷണർ ആവശ്യപ്പെട്ടിരിക്കുന്നു. ഞങ്ങൾ അതിന് അനുമതി നൽകിയിരിക്കുന്നു. ഇനി അവസാനത്തെ വാചകം കൂടി കേട്ടോളൂ. ദ ഡിസിഷൻ ഓഫ് ദ സിൻഡിക്കേറ്റ് ഷാൽ ബി കൺസിഡേർഡ് ആൻഡ് അഡ്ജുഡിക്കേറ്റഡ് ബൈ ദ അപ്രോപ്രിയേറ്റ് അതോറിറ്റി ഇഫ് ദാറ്റ് സെയിം ഈസ് ചലഞ്ചഡ് ബിഫോർ ദ അപ്രോപ്രിയേറ്റ് അതോറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? ഇന്നലെ വരെ സംസാരിക്കുമ്പോൾ, ഇന്നലെ ഈ ജഡ്ജ്മെന്റ് ഇന്നലെ രാത്രിയിലാണ് അപ്ലോഡ് ചെയ്തത് ഹൈക്കോടതി. അപ്ലോഡ് ചെയ്തതുവരെ ജഡ്ജ്മെന്റിന്റെ അഭാവത്തിൽ ഇന്നലെ ചർച്ചയിലൊക്കെ CPMന്റെ ഇപ്പോൾ പങ്കെടുക്കുന്ന പ്രതിനിധി ഉൾപ്പെടെ പറഞ്ഞു, സിൻഡിക്കേറ്റിന്റെ തീരുമാനത്തെ കോടതി ചലഞ്ച് ചെയ്തിട്ടില്ല, കോടതി എതിർത്തിട്ടില്ല, തെറ്റാണ്, അത് അപ്രോപ്രിയേറ്റ് ബോഡിയിൽ സമീപിച്ചോളൂ, ഞങ്ങൾ അതിൽ ഇടപെടുന്നില്ല. ഇവിടെ ഒരു പിൻവലിച്ചു, അദ്ദേഹം പോയി. അതിനപ്പുറത്തേക്ക് ഒരു കാര്യത്തിൽ ഞങ്ങൾ ഇടപെടുന്നില്ല. അപ്രോപ്രിയേറ്റ് ബോഡി സ്വാഭാവികമായി. അപ്പോൾ അവിടെ എന്താ ഞാൻ അതിലേക്കാണ് വരുന്നത്. അപ്പോൾ വൈസ് ചാൻസലറെ രജിസ്ട്രാറെ നിയമവിരുദ്ധമായി സസ്പെൻഡ് ചെയ്തു. നിയമവിരുദ്ധമായ മറ്റൊരു മാർഗത്തിലൂടെ രജിസ്ട്രാർ തിരിച്ചു കയറാൻ ശ്രമിച്ചു. കോടതിയിൽ അത് കൊടുത്തിട്ട് അത് പിൻവലിച്ചു. അപ്പോൾ കോടതി എന്താ പറഞ്ഞത്? ആ തീരുമാനത്തെ സംബന്ധിച്ച് വൈസ് ചാൻസലറുടെ അഭിഭാഷകൻ എഴുന്നേറ്റ് പറഞ്ഞു അത് നിങ്ങൾക്ക് അപ്രോപ്രിയേറ്റ് ബോഡിയെ സമീപിക്കാം. ഇപ്പോൾ എന്താ പ്രശ്നം? ഇപ്പോൾ ആ തീരുമാനം എടുക്കേണ്ടത് വൈസ് ചാൻസലറും ചാൻസലറും ചേർന്നാണ്. അപ്പോൾ ഈ ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കാൻ അഥവാ ഈ തുടർന്നുള്ള നടപടികൾ സ്വീകരിക്കാനുള്ള അവകാശം അത് വൈസ് ചാൻസലർക്കും നൽകാൻ ഇടയാക്കിയ സാഹചര്യം ഈ രജിസ്ട്രാർ കോടതിയിൽ പോയതിലൂടെയാണ്. ഇല്ലെങ്കിൽ രജിസ്ട്രാർ കോടതിയിൽ ഉറച്ചു നിൽക്കണമായിരുന്നു, ആ കേസുമായി മുന്നോട്ട് പോകണമായിരുന്നു. പകുതി വഴി വെച്ച് പിൻവലിച്ചതുകൊണ്ട് ഇതിന് തുടർന്നുള്ള നടപടികൾ സ്വീകരിക്കാനുള്ള അവകാശം കോടതി തന്നെ വൈസ് ചാൻസലർക്കും ചാൻസലർക്കും കൊടുത്തു. അതിലൂടെ എന്താ സംഭവിക്കുന്നത്? അതിലൂടെ ഈ ബോൾ ഇപ്പോൾ ആരുടെ കോർട്ടിലായി? ആ വൈസ് ചാൻസലറുടെയും ചാൻസലറുടെയും കോർട്ടിലായി. ആരാ കാരണക്കാരൻ? പരാതി കൊടുത്ത രജിസ്ട്രാർ തന്നെ പിൻവലിച്ചുകൊണ്ട് അങ്ങനെ പ്രതിരോധത്തിലായി എന്ന ബോധ്യം കൊണ്ടാണ് അറിയാം.
ജ്യോതി വായിച്ചതുപോലെ രാത്രി ഈ ജഡ്ജ്മെന്റ് വായിച്ചവർ പ്രതിരോധത്തിലായതുകൊണ്ടാണോ? രണ്ടേ രണ്ട് പോയിന്റ് കൂടി പറയുമ്പോൾ അത് ബോധ്യമാവും. രണ്ടാമത്തേത് എന്തായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്? സിൻഡിക്കേറ്റിനാണ് അധികാരം എന്ന് എല്ലാവർക്കും അറിയാം. വൈസ് ചാൻസലർ സസ്പെൻഡ് ചെയ്താൽ എന്തായാലും സിൻഡിക്കേറ്റ്, കേരള സർവകലാശാല സിൻഡിക്കേറ്റ് 1 in 2 months ചേർന്നേ പറ്റൂ. അങ്ങനെ ഇരിക്കെ പരമാവധി 60 ദിവസമാണ് നീട്ടിക്കൊണ്ടുപോകാൻ കഴിയുന്നത്. ഈ 60 ദിവസത്തിനുള്ളിൽ ചേരുന്ന സിൻഡിക്കേറ്റിൽ ഒരു അജണ്ടയായി തന്നെ വെച്ചുകൊണ്ട് ഈ രജിസ്ട്രാറെ പേരിലെടുത്തിട്ടുള്ള ഡിസിപ്ലിനറി ആക്ഷൻ റിവോക്ക് ചെയ്യാമായിരുന്നു ഇതേ സിൻഡിക്കേറ്റിന്റെ ഭൂരിപക്ഷത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ. അതിന് മുതിരാതെ ചാടിക്കേറി കോടതിയിൽ പോയി പെട്ടു. ഇപ്പൊ എന്താ, കോടതി ഇതിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും ചാൻസലർക്കും വൈസ് ചാൻസലർക്കും കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇപ്പൊ ഭീഷണിയായിട്ട് ഇറങ്ങിയിരിക്കുക. ഇപ്പൊ യഥാർത്ഥത്തിൽ ഇന്ന് കാണിച്ചെന്താ, നിങ്ങളുടെയൊക്കെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് എനിക്കറിയില്ല, പിന്നെ സിൻഡിക്കേറ്റിനെ സസ്പെൻഡ് ചെയ്യുമെന്നോ ഡിസ്മിസ് ചെയ്യുമെന്നോ ഒക്കെ വാർത്ത ഇന്നലെ മുതൽ മാധ്യമങ്ങളിൽ വന്നു കണ്ടപ്പോൾ ഇന്ന് പിള്ളേരെ ഇറക്കി സമരം ചെയ്യുകയാണ്, ഭീഷണിപ്പെടുത്തുകയാണ്. ഇതൊക്കെ SFIയുടെ സ്ഥിരം നടത്തുന്ന നമ്പറുകളാണ്. പക്ഷേ ഇവിടെ ഞങ്ങളെ സംബന്ധിച്ച് ഇത്തരത്തിൽ സർവകലാശാലകൾ ഇത്തരത്തിൽ കലാപഭൂമിയാകാൻ പാടില്ല. സർവകലാശാലകൾ ഓട്ടോണമി നിലനിർത്തണം. ആ സർവകലാശാലകൾ ഓട്ടോണമി നിലനിൽക്കുന്നതിന്റെ ഭാഗമായി കാവ്യവൽക്കരണവും പാടില്ല, സംഘീവൽക്കരണവും പാടില്ല, ചോപ്പുവൽക്കരണവും പാടില്ല. ജനാധിപത്യം നടക്കണം. ഏറ്റവും അവസാനം നമുക്കറിയാമല്ലോ, ഇവിടെ